റളിയല്ലാഹുവിന്റെ കാലത്ത് ജീവിച്ച ലോകം കണ്ട ഏറ്റവും നല്ല പെണ്ണായിരുന്നു ബീവി മഹദി. ആരറിയുമോ മഹദി? മുആദത്തു ബിൻതു അബ്ദില്ലാഹ്. മുആദത്ത് റളിയല്ലാഹു അൻഹ മുആദത്തുൽ അദവിയ്യ, റാബിയത്തുൽ അദവിയ്യ അല്ല, മുആദത്തുൽ അദവിയ്യ. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ഇറാഖിൽ ജനിച്ചവരാണ്. ഫലസ്തീനിന്റെ മണ്ണിലാണ് മഹദി മരിച്ചു കിടക്കുന്നത്, അവിടെയാണ് മഖ്ബറ. എന്നാൽ ഇത് റാബിയത്തുൽ അദവിയ്യ അല്ല, മുആദത്തുൽ അദവിയ്യ. മുആദല്ല, മുആദ് എന്നതൊരു സഹാബിയാണ്. ഇത് മുആദത്തുൽ അദവിയ്യ എന്ന പെണ്ണാണ്. ആ പെണ്ണിന് കല്യാണം കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. ആ പെണ്ണിന് കല്യാണം കഴിക്കപ്പെട്ടതാരറിയുമോ? കഴിച്ചതാരറിയുമോ? പുതിയ ആപ്പിളയാരറിയുമോ? മഹാനായ താബിയായ നല്ലവനായ ബാല്യക്കാരനായ സിലത്ത് ഇബ്നു ഹുശൈം. സിലത്ത് ഇബ്നു ഹുശൈം അല്ലെങ്കിൽ അഷീം, ഏതായാലും സിലത്ത് ഇബ്നു ഹുശൈം എന്ന മഹാൻ മഹദിയോ മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ കല്യാണം കഴിക്കുന്നു. രണ്ടുപേരും നിക്കാഹ് കഴിഞ്ഞു. അന്നത്തെ രാത്രിയാണ്, ആദ്യത്തെ രാത്രി. അന്ന് ആദ്യത്തെ രാത്രിയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ സിലത്ത് ഇബ്നു ഹുശൈം റളിയല്ലാഹു അൻഹു ആദ്യത്തെ രാത്രിയല്ല, ഒന്ന് കുളിച്ച് വെടിപ്പോടെ റൂമിലെ കയറാമെന്ന് കരുതിയിട്ട് സഹോദരനതാ മഹാനരെ കുളിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. മഹാനായ 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 സിലത്ത് ഇബ്നു ഹുശൈം റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ സഹോദരന് നല്ല തണുപ്പായതുകൊണ്ട് ചൂടുവെള്ളമാക്കി വെച്ചിട്ടുണ്ടാടാ. നല്ല ചൂടുവെള്ളം, അതിൽ നിന്നിട്ട് ഇങ്ങനെ പുക പാറുന്നു, ആവി പാറുന്നു. അവിടെ കൊണ്ടുപോയിട്ട് കുളിക്കാൻ വേണ്ടി നിർത്തുകയാണ് മഹാനായ സിലത്ത് ഇബ്നു ഹുശൈം റളിയല്ലാഹു അൻഹു. അവിടെ തനിക്ക് വേണ്ടി കുളിക്കാൻ ചൂടാക്കിയിട്ട് വെച്ചതായ വെള്ളം കുളിക്കാൻ വേണ്ടി തന്റെ തലയിലേക്ക് അങ്ങ് ഒഴിച്ച നേരത്ത് ആ വെള്ളം അങ്ങ് പൊള്ളുന്നു. ചൂടുവെള്ളമാണ്. പകുതിക്ക് വെച്ചിട്ട് കുളി നിർത്തുന്ന നേരെ റൂമില് കയറുന്നു. അവിടെ വന്നിട്ടതാ മുസല്ല വിരിച്ചിട്ട് അവിടെ അല്ലാഹു തആലാന്റെ മുമ്പിൽ സുജൂദിലാണ്, നിസ്കാരത്തിലാണ്. ആദ്യത്തെ രാത്രിയാണ്. എന്റെ വാല് കേൾക്കുന്ന പെങ്ങള് കേൾക്കണോ? ഇതാ ഉമ്മ കേൾക്കണോ? ഇതാ മൈലാഞ്ചിന്റെ പേര് പറഞ്ഞിട്ട്, മംഗളത്തിന്റെ പേര് പറഞ്ഞിട്ട്, ഓറോസിന്റെ പേര് പറഞ്ഞിട്ട് നിസ്കാരം ഒഴിവാക്കുന്ന എത്ര പേരുണ്ട്, എത്ര മനുഷ്യന്മാരുണ്ട്. Kellogg's Muesli. Nanna 12-in-1 power breakfast. ഞാനും ഇശാ നിസ്കരിച്ചിട്ടില്ല ഇപ്പൊ, കാരണം വരുമ്പോ ലേറ്റായി, നേരെ ബൈക്കാൻ പോയി, തങ്ങളെ കാത്തിരിക്കുന്നു. അപ്പൊ പിന്നെ ബയ്യ നിസ്കരിക്കാൻ വെച്ചിട്ട് പെൻഡിങ് വെച്ച്. ഏതായാലും നിസ്കരിക്കണമല്ലോ. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ഇതിപ്പോ ഞാൻ ചില ആൾക്കാരെല്ലാം നിസ്കാരം വിടുന്നത് എന്താ നിസ്കരിക്കാൻ, മംഗളത്തിന് പോയിട്ട് ബാക്കിയായി, അല്ലെങ്കിൽ മീറ്റിംഗ് ഉണ്ടായി, അല്ലെങ്കിൽ ബന്ദറിലൊക്കെ പോയി. നീ എന്തിനു ബന്ദറിലൊക്കെ പോയി? നീ മൈലാഞ്ചിന്റെ പേരും പറഞ്ഞിട്ട് നോക്ക് 3 ദിവസം പിന്നെ ഇതില്ല. എന്തിനീ മുഖത്തേക്ക് ലിഫ്റ്റിക് ഇട്ട് ക്രീം ഇട്ട് അറിഞ്ഞിട്ട് ഒലെടുക്കാത്ത എത്ര പെണ്ണും കണ്ട്? ഒലെടുക്കാത്ത മാത്രമല്ല, ഏതോ ഒരു പെണ്ണ് എപ്പോഴും ബാപ്പാനെ ബാപ്പ ബാപ്പ എന്നെ വിളിക്കുന്നതല്ല. ഇന്നാളിന് പിന്നെ പെണ്ണ് ബാപ്പാന്ന് വിളിക്കുന്ന കാണുന്നില്ല, ഡാഡി ഡാഡി കേൾക്കുന്നു. അപ്പൊ ആങ്ങളെ ആരോ ഒറ്റ കേട്ടാലോ, നീ എന്താണ് ഇപ്പൊ ഡാഡി ഡാഡി ബാപ്പാനെ ബാപ്പ ബാപ്പാന്ന് വിളിച്ചോണ്ടേ, ബാപ്പ ഉപ്പാന്ന്, ഉപ്പന്റെ ഡാഡി ഡാഡി. അപ്പൊ ചൊന്നാലോ ഉപ്പ ബാപ്പാൻ ചെല്ലുമ്പോ ലിഫ്റ്റിക്ക് പോന്നു, അങ്ങനെ ഡാഡി ഡാഡി. ചിരിക്കുന്നതാണെന്ന് ഡൗട്ടുണ്ട്, നിങ്ങളെ മോൾ തന്നെയാണ്. ചിരിക്കാൻ പറഞ്ഞല്ല, നിസ്കാര കാര്യത്തിന്റെ പേരിൽ നിസ്കാരം ഒഴിവാക്കുന്നു, അല്ലാഹുവിന്റെ ഇബാദത്ത് മുടക്കുന്നു. ഉറൂസിന്റെ പേരിലായാലും അത് അനുവദിക്കാൻ പാടില്ല, അത് പാടില്ല. എന്തിന്റെ പേരിലായാലും 5 നേരം നിസ്കാരം വിട്ടിട്ട് ഒരു കളിയില്ല, അത് വളരെ മസ്റ്റാണ്. ഒരു വേള എന്തെങ്കിലും ഒരു തിരക്കില് വിട്ടിട്ട് അത് കളായി പോയി എന്ന് കണ്ടാൽ, എങ്ങനെങ്കിലും കളാക്കാൻ അലൗഡില്ല. ഒരു വേള കളായി പോയാൽ അത് പിന്നീട് വീണ്ടെടുക്കണോ? ഏതായാലും എന്തോ കാരണത്തിന്റെ പേരില്, കാര്യത്തിന്റെ പേരില് നിസ്കാരം ഒഴിവാക്കുന്നവർ ഇത് കേട്ടോ. മഹാനായ സിലത്ത് ഇബ്നു ഹുശൈം റളിയല്ലാഹു അൻഹു നല്ലപോലെ കുളിച്ചിട്ട് ഒലെടുത്തിട്ട് റൂമിൽ കയറുകയാണ്. ആദ്യത്തെ രാത്രി. ഭാര്യ ആരെ? മുആദത്ത് അദവിയ്യ. മുആദത്തു അദവിയ്യ റളിയല്ലാഹു അൻഹ അബ്ദുല്ലാ എന്നവരുടെ മകളാണ് മുആദത്ത്. നല്ല പെണ്ണ്. പുതിയാപ്പിള റൂമിൽ കയറിയിട്ട് മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുന്ന കാണുമ്പോ ഇശാല്ല എപ്പോഴാ കഴിഞ്ഞിനി?
അതല്ല എപ്പോഴാ കഴിഞ്ഞിനി? ഇത് രാത്രി, ആദ്യത്തെ രാത്രി അല്ലമ്മ, പുതിയാപ്പിളല്ലേ, പുതിനാട്ടിയല്ലേ, അതും ചൂടല്ലേ, ഫസ്റ്റ് അല്ലേ, 4-5 നാളെന്തോ ആയിട്ടാലോ. അങ്ങനെ അന്നത്തെ രാത്രി അവർ കുളിച്ച് റൂമിലേക്ക് വന്നിട്ട് നേരെ നിസ്കാരം, ഇബാദത്തും അങ്ങനെ സുജൂദ് തന്നെ. ഇത് കണ്ടിട്ടാ പുതിനാട്ടി മഹദി മുആദ് റളിയല്ലാഹു അൻഹു ഭർത്താവിന്റെ പിന്നിൽ മറ്റൊരു മുസല്ല ഇട്ടിട്ടതാ അവളും നിസ്കരിക്കുന്നു, അവരും നിസ്കരിക്കുന്നു. നീണ്ട നേരം നിസ്കരിക്കുകയാണ്, ഒരുപാട് സുജൂദ് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. സുബഹിന്റെ നേരമാകുന്നത് വരെ അവർ അങ്ങനെ നിസ്കരിക്കുന്നത് ആര് കണ്ടോ? സഹോദരൻ കണ്ടോ? മഹാനായ സിലത്ത് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ സഹോദരൻ ഇത് കണ്ടോ? പുതിയാപ്പിളയായിട്ട് പുതിനാട്ടിയായിട്ട് സ്വറ പറഞ്ഞിരിക്കുന്നതിന് പകരം, പരസ്പരം സന്തോഷം പങ്കിടുന്നതിന് പകരം, പരിചയപ്പെടുന്നതിന് പകരം അവർ നിസ്കാര മുസല്ലയിലാണ്. ഇതെന്തൊരു കഥയാ, ഇതെന്താ ഇങ്ങനെ എന്നറിയാൻ വേണ്ടിയിട്ട് സഹോദരൻ നേരെ കയറി വന്നു. സുബ്ഹി ബാങ്കിന്റെ നേരമാണ്. എന്നിട്ട് അവിടുന്ന് സഹോദരനോട് ചോദിച്ചോ, സിലത്ത് ഇബ്നു ഉസൈം റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് ചോദിക്കുകയാണ്, അല്ല സഹോദരാ, ആദ്യത്തെ രാത്രിയല്ലേ, കാത്തിരുന്ന് മംഗല നാളെത്തി, മംഗലം കഴിഞ്ഞു, കഴിഞ്ഞോ, ഇന്ന് നിങ്ങൾ സന്തോഷിക്കേണ്ട രാത്രിയാണ്, പരസ്പരം പരിചയപ്പെടേണ്ട രാത്രിയാണ്, കുശലം പറയേണ്ട രാത്രിയാണ്. ഇതൊന്നുമില്ലാതെ നീ ഇങ്ങനെ നിസ്കാരത്തിലാണോ എന്തേ എന്ന് ചോദിച്ചപ്പോ മഹാനായ സിലത്ത് ഇബ്നു ഉസൈം റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താ പറയാ? അതേ സഹോദരാ, ദക്കറതനിൽ ആഖറാ, നീ എനിക്ക് പരലോകത്തെ ഓർമ്മിപ്പിച്ചോ. ചൂടുവെള്ളം ആക്കിയിട്ട് തന്നിട്ട് എന്നോട് കുളിക്കാൻ പറഞ്ഞില്ല. ഞാൻ അവിടെ ചൂടുവെള്ളം എടുത്തിട്ട് തലക്കും മേക്കും വീട്ടിട്ട് ഇങ്ങനെ കുളിക്കുമ്പോ ആ ചൂടന്റെ മേക്ക് തട്ടിയപ്പോ എനിക്ക് പരലോകത്തിന്റെ ഓർമ്മയായി. നാളെ അല്ലാഹു തആല ഞങ്ങളെ നരകത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കുടിപ്പിക്കുന്ന വെള്ളത്തിന്റെ ചൂടന്തോരമാണ്. അത് ഞങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ഞങ്ങളെ ശരീരത്തെ കങ്ങാനും ആ ഒരു തുള്ളി വീണു പോയാൽ മൃദുലമായ ഞങ്ങളെ മേനി ഞങ്ങളെ ശരീരം പിന്നെ ബാക്കിയാവുമോ? ഒരു തുള്ളി എങ്ങാനും ഞങ്ങളെ വായിലേക്ക് എങ്ങാനും മുറ്റിച്ചു പോയാൽ ഞങ്ങളെ കൊടൽമാല അടക്കം ചമ്മന്തിയായി, ചട്ടിയായി, മണ്ണിയായി പുറത്തേക്ക് വരുന്ന രൂപത്തിലുള്ള ഭീകരമായ വെള്ളമല്ലേ പരലോകത്തെ വെള്ളം. ആ നരകത്തിന്റെ ചൂട്, അവിടത്തെ തീ അങ്ങനെയാണല്ലോ. നീ ചൂടുവെള്ളമാക്കിയിട്ട് എന്നെ കുളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ ആ വെള്ളത്തിലൊന്ന് കുളിച്ച നേരത്തെ എനിക്ക് പിന്നെ പുതിനാട്ടിയെ മറന്നോ, മംഗലായത് മറന്നോ, എനിക്ക് പരലോകം ഓർമ്മയായി. അതുകൊണ്ടാ ഞാൻ ഇത്ര നേരെ സുജൂദിലായി പോയത്, സുന്നത്ത് നിസ്കാരത്തിലായി പോയത്. എന്ത് ഈമാനാണത്? അല്ല, അന്ന് ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷിക്കേണ്ടത് തന്നെയാണ്, തെറ്റല്ല, അതും ഇബാദത്ത് തന്നെയാണ്. എന്നാലും ഇതെന്തൊരു ഈമാന്? ഞമ്മ മംഗലം ഫിക്സ് ആക്കി 18 ദിവസം കഴിഞ്ഞിട്ട് മംഗലോ 18 ദിവസം പിന്നെ എന്നെ നിസ്കാരമല്ല, സ്റ്റോപ്പ്. എന്താ സ്റ്റോപ്പ്? മംഗലം വിളിക്കാൻ വേണ്ടേ? നിന്റെ ഈ ഞണ്ണവൻ വരണ, ഈ നിസ്കാരം നിലപാടില്ലാത്തവന്റെ ചോറിന് വരണ. പിന്നെയോ 10-18 ദിവസം ഡ്രസ് മേങ്ങലും, ഈലപ്പോവലും, അളവ് കൊടുക്കലും, കൊടുത്ത അളവ് ചെറുതാക്കലും, ചെറുതായനെ വലുതാക്കലും, അരിക്ക് ഓർഡർ കൊടുക്കല്, സപ്ലൈമാര് സെറ്റാക്കല്, ഹോള് ബുക്കാക്കല്, എല്ലാം നടക്കുന്നു. നിസ്കാരം നിനക്കെന്ത് പരലോകം? മരിക്കണ്ട നാളെ. മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ മഹദിയെ കാണാൻ മഹാനായ ഖാസിം റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അതായത് തന്റെ സഹോദരിയുടെ മകനാണ് ഖാസിം റളിയല്ലാഹു അൻഹു. സുബൈറാണ് എന്ന് മറ്റൊരു അഭിപ്രായമുണ്ട്. ഏതുവാകട്ടെ, മഹാൻ കടന്നു വരുന്നു. ആയിഷ ഉമ്മാനെ കാണാൻ വേണ്ടി വരുമ്പോ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ നിസ്കാരത്തിലാണ്, സുന്നത്ത് നിസ്കാരത്തിലാണ്. സാധാരണ നിസ്കരിക്കലുണ്ട്, ഇന്ന് പുതിയതായിട്ടല്ല. പക്ഷെ ആ നിസ്കാരം കാണുമ്പോ ആയിഷ നിസ്കാരത്തിലേക്ക് കരയുന്നു. നിസ്കാരത്തിലുടനീളം ഓതുന്നത് വരെ ആയത്ത്, സൂറത്ത് തൂറിലെ വരെ ആയത്ത്. ആ
ആവർത്തിച്ച് ഓതിയിട്ട് ആയിഷ ഉമ്മ കരയുകയാണ്. ആരറിയാമോ? ആയിഷ മുസ്തഫ നബി തങ്ങളെ പിരിശപ്പെട്ട ഭാര്യയാണ്. നാളെ സ്വർഗലോകത്ത് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മടവാട്ടിയായി വരുന്ന പെണ്ണാണ്. എല്ലാം കൊണ്ട് സ്വർഗത്തിലാണ് എന്ന് പറയപ്പെട്ട പെണ്ണാണ്. ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതയാണ്. ഇൽമുടയവരാണ്. ധാരാളം പാണ്ഡിത്യമുള്ള പെണ്ണാണ്. നല്ല അതും ഗുരുത്വമുള്ള പെണ്ണാണ്. മാത്രമല്ല പരിശുദ്ധമായ ദീനിന്റെ ഒരുപാട് കാര്യങ്ങള്, ഒരുപാട് മസലകള്, ദീനിന്റെ ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള് ഞങ്ങളിലേക്ക് നിബിധങ്ങളിൽ നിന്നിട്ട് പഠിച്ച് പറഞ്ഞു തന്നതാണ് ബീവി ആയിഷ. ചെറിയ ആളല്ല. മുസ്തഫായ നിബിധങ്ങളെ ഭാര്യയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മകളാണ്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ നിസ്കാരത്തിലെ കൈ കേട്ടിട്ട് അങ്ങ് ഓതുന്നു, ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദഊഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം. സൂറത്തുൽ തൂറിലെ ഈ ആയത്ത് ये बताओ, जब 10-minute डिलीवरी के साथ मिले लोएस्ट प्राइसेस ऑन फ्रूट्स, वेजीज, ग्रोसरीज एंड मोर, तो सारी शॉपिंग तो ज़ेप्टो सुपर सेवर पे ही होगी ना? एक काम करो, इनसे सस्ता ढूंढ कर दिखाओ. ढूंढो ना प्लीज. Zepto Super Saver. Lowest prices, no delivery fee, 10-minute delivery. സൂറത്തു തൂറിലെ ഈ ആയത്ത്, സൂറത്തു തൂറിലെ 27-28 ആയത്ത്. ഈ ആയത്ത് അടിക്കടി ആവർത്തിച്ച് ഓതിയിട്ട് ആയിഷ ഉമ്മ കരയുകയാണ്. നിന്ന നിസ്കാരത്തിൽ അങ്ങനെ നിന്നിട്ട് വിറക്കുകയാണ്. കണ്ണങ്ങനെ ഇരണിയുന്നു, വെള്ളമൊഴുകുന്നു. ആയിഷ ഉമ്മാനെ കാണാനാണ് ഖാസിം റളിയല്ലാഹു അൻഹു വന്നത്. എന്തോ സംസാരിക്കാൻ, എന്തോ ചോദിക്കാനുണ്ട്, പറയാനുണ്ടെന്ന് കരുതിയിട്ട് അവിടെ വന്നതാണ്. പക്ഷേ ആയിഷ ഉമ്മാന്റെ നിസ്കാരം തീരുന്നില്ല. ഫർളല്ല, സുന്നത്താണ്. ഓതിക്കൊണ്ടേയിരിക്കുന്നു, കരയുന്നു, ഓതുന്നു, കരയുന്നു. കുറെ നേരം കാത്തിരുന്നു മഹാൻ. കാണാൻ വേണ്ടി വന്ന ഖാസിം റളിയല്ലാഹു അൻഹു കുറെ നേരം കാത്തിരുന്നു. ആയിഷ ഉമ്മ നിസ്കാരത്തിന് സലാം വീട്ടുന്നത് കാണാതെ വന്നപ്പോ ഖാസിം റളിയല്ലാഹു അൻഹു തങ്ങൾ നേരെ മദീന ബജാറിലേക്ക് പോവുകയാണ്. അതിന്റെ ഇടയിൽ വേറെന്തോ ഒരു പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരാലോ എന്ന് പറഞ്ഞിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് അവിടെ എന്തോ കൊടുക്കാനോ എടുക്കാനോ ഉണ്ടായിന്. അത് കഴിഞ്ഞിട്ട് മഹാന് തിരിച്ചു വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ആയിഷ ഉമ്മ അതേ നൃത്തത്തിലാണ്, അതേ ഓത്തിലാണ്, അതേ കരച്ചലാണ്. കുറെ നേരം ഓടിക്കഴിഞ്ഞ് പിന്നീട് സുജൂദായി, റുക്കുവായി, സുജൂദായി, അത്തഹിയ്യാത്തായി, സലാത്തായി, സലാം വീട്ടി എല്ലാം കഴിഞ്ഞപ്പോ മഹാൻ ചോദിച്ചു, അല്ല ആയിഷ ഉമ്മ, നിങ്ങൾ എന്തേ ഇങ്ങനെ കരയുന്നത്, എന്തേ ഇങ്ങനെ പേടിക്കുന്നത്? ആ സമയത്ത് മഹദി പറഞ്ഞു മറുപടി, അതേ നാളെ സിറാത്ത് പാലത്തെ സംബന്ധിച്ചാണ് അവിടെ ഞാൻ ഓതിയത്. ആ സിറാത്ത് പാലത്തെ സംബന്ധിച്ച് സിറാത്ത് പാലം എന്നത് ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യമല്ലല്ല. ആണ് സിറാത്ത് പാലം എന്ത് എന്ന് ഒരാൾക്ക് ചെല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയ. അതുകൊണ്ടാണ് യുക്തിവാദികൾ അതിനെ നിഷേധിച്ചത്. ഞങ്ങൾ ആകെ വിശ്വസിക്കുന്നത് കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു അവിടെ നിന്ന്. അതാണ് ഈമാൻ. മുഅ്മിൻ എന്ന് പറയുന്ന അയാൾക്ക്, അല്ലാണ്ട് നിന്റെ ബുദ്ധിക്ക് യോജിച്ചിട്ട് നീ ചെയ്യണമെന്നെങ്കിൽ സംഗതി അടക്കാല. സിറാത്ത് പാലം എന്ത്? ഒരു മുടിനാറിയുടെ കീറി വളരെ നൈസായ ഒരു സാധനം കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ്. വാളിനേക്കാളേറെ മൂർച്ചയാണ്. അത് നരകത്തിന്റെ മുകളിൽ നാട്ടപ്പെട്ടതാണ്. അടിയിലാണെങ്കിൽ കത്തിജ്വലിക്കുന്ന നരകമാ. കത്തിയാളുന്ന നരകത്തിന്റെ ആഘാതകർത്തത്തില് അഗ്നിജ്വാലകൾക്ക് മുകളിലായി നാട്ടപ്പെട്ടതാണ് സിറാത്ത് പാലം. അതിന്റെ മുകളിലാ ഞങ്ങള് പോകേണ്ടത്. പടച്ചിറപ്പ് ഞങ്ങള് മിന്നറിയും വേഗത്തിൽ കടത്തി തരട്ടെ. മുത്തുനബി തങ്ങളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ സലാമത്താക്കട്ടെ.
തെമ്മാടികളും അതിന്റെ മേലെ നടക്കണ, സ്വാലിഹീങ്ങളും അതിന്റെ മേലെ നടക്കണ. പക്ഷെ നല്ലവരുടെ നടത്തത്തിന് എന്തോരം സ്പീഡാണ്, അവർക്ക് നല്ല റാഹത്താണ്, നല്ല വിശാലമാണ്. അതേ സമയത്ത് തെമ്മാടികളാണെങ്കിൽ നാട്ടിൽ നടക്കുന്ന വയലായിട്ട് ഉറൂസായിട്ട് ഈനൊന്നും കാണാതെ കേൾക്കാതെ ഈനെല്ലാം നെഗലറ്റാക്കിയിട്ട് തള്ളിയവർ, ഈനൊന്നും പങ്കെടുക്കാതെ സിമ്പിളായിട്ട് കണ്ടവര്, ഇബാദത്ത് ചെയ്യാത്തവര്, തോന്നിയതുപോലെ ജീവിച്ചിട്ടല്ലാതെ മറന്നവര്, അവർ നാളെ നരകത്തിന്റെ മേലെ നാട്ടപ്പെട്ട സിറാത്ത് പാലം വിട്ട് കിടക്കില്ല. അവർ അതാ തെന്നി മാറിയിട്ട് താഴെയുള്ള നരകത്തിന്റെ ആഘാത ഗർത്തത്തിലേക്ക് കത്തിജ്വലിക്കുന്ന തീകുണ്ടിലേക്ക് അവർ പതിക്കുമെന്ന് മുസ്തഫായ റസൂലുള്ളാഹ്. ആ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ ഞാനും നിങ്ങളും നടക്കുമ്പോ അതിന്റെ അപ്പുറം നിന്നിട്ട് ഹബീബായ റസൂലുള്ളാഹ് പറയുകയാണല്ലാട്, പടച്ച റബ്ബേ, ഇതെന്റെ സമുദായമാണ്, ഇതെന്റെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട ആളാണ്, ഇതെന്റെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട പെണ്ണാണ്. സല്ലിം ഉമ്മത്തീ, സല്ലിം ഉമ്മത്തീ. പടച്ച റബ്ബേ, എന്റെ ഉമ്മത്തിനെ കാക്കല്ലാഹ്. അവരാമലും നോക്കിയിട്ട് നീ കടക്കാൻ നിൽക്കണ്ട റബ്ബേ, എന്റെ ഉമ്മത്തിനെ കാക്കല്ലാഹ്. മുസ്തഫായ റസൂലുള്ളാഹ് പിന്നിൽ നിന്നിട്ട് നമുക്ക് വേണ്ടി കരയണമെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നല്ലോണം പിരിശം വെക്കുന്നവരാവണോ, നബി തങ്ങളെ മേലെ സ്വലാത്ത് ചൊല്ലുന്നവരാവണോ, നബി തങ്ങളെ ചോരയിൽ പറന്ന ആ പ്രിയപ്പെട്ട പൈതങ്ങളെ നല്ലോണം ബഹുമാനിക്കുന്നവരാവണോ. എന്നെങ്കിലേ റസൂലുള്ളാഹിന്റെ ആ ദുആ നമുക്ക് കിട്ടൂ. അല്ലെങ്കിൽ റസൂലുള്ളാഹി നമ്മളെ മൈൻഡാക്കിയാല. ആരാണ് അവിടെ പേടിക്കാത്തത്? ആരാണ് അവിടെ പേടിച്ച് വിറക്കാത്തത്? മഹാനായ 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 ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു